നമസ്കാരം. ബേസിക്സ് ഇൻ വെബ് ഡെവലപ്മെൻറ്റ് എന്ന സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെബ് സർവീസസ് എന്നതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. വെബ് സർവീസസ് എന്ന് വെച്ചാൽ എന്താണ്, വെബ് സർവീസസിൻ്റെ പ്രാധാന്യം എന്താണ്, ഏത് തരം വെബ് സർവീസുകളാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു തിയറി ക്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെബ് സർവീസസ് എന്നാൽ എന്താണെന്നാണ് നമ്മളിവിടെ കാണുന്നത്. വെബ് സർവീസ് എന്നത് ഒരു തരത്തിലുള്ള സിസ്റ്റമാണ്, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും കമ്പ്യൂട്ടറുകൾ, സിസ്റ്റങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആപ്പുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റിലൂടെ സംസാരിക്കാനും ഡാറ്റ കൈമാറ്റം ചെയ്യാനും വേണ്ടി ഈ ഒരു വെബ് സർവീസസ് വെച്ചിട്ടായിരിക്കും ആ വക കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ തന്നെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ആൻഡ്രോയിഡോ അല്ലെങ്കിൽ എല്ലാവരും ഐഫോണോ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഉദാഹരണത്തിൽ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ഒരു സുഹൃത്തിനും iOS ഉപയോഗിക്കുന്ന ഒരു സുഹൃത്തിനും ഒരേപോലെ ആയിരിക്കും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഐഫോൺ ഉള്ള ആൾക്ക് വേറെ രീതിയിലോ ആൻഡ്രോയിഡ് ഉള്ള ആൾക്കാർ മറ്റൊരു രീതിയിലോ അങ്ങനെ ഒരു വ്യത്യാസം അവിടെ വരുന്നില്ല. രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ കൂടെ നിങ്ങൾ എങ്ങനെയാണോ അഴക്കുന്നത് അതേപോലെ ആയിരിക്കും രണ്ട് മൊബൈൽ ഫോണുകൾക്കും കിട്ടുന്നത്. അത് സാധ്യമാകുന്നത് ഈ വെബ് സർവീസസ് ഉള്ളത് കൊണ്ടാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് വെബ് സർവീസസ്, പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇതിൽ കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു വെബ് ഡെവലപ്പർ എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു വെബ് സർവീസസിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ റോൾ എന്താണെന്നുള്ളൊരു രീതിയായിരിക്കും ഈ ഓരോ സെക്ഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർഓപ്പറബിലിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ, സ്കെയിലബിലിറ്റി, റീയൂസബിലിറ്റി, സെക്യൂരിറ്റി, ഓട്ടോമേഷൻ, ഇൻ്റഗ്രേഷൻ, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ്. അത് വിശദമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻ്റർഓപ്പറബിലിറ്റി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ഒരാൾ അയച്ച മെസ്സേജ് നിങ്ങൾ നോക്കുമ്പോൾ ഒരേപോലെ കാണാൻ പാടുള്ളൂ. അത് ഐഫോൺ ആണെങ്കിലോ ആൻഡ്രോയിഡ് ആണെങ്കിലോ ഒരേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്നും കൂടി അത് ഡീപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് പല ലാംഗ്വേജിലാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഔട്ട് വരേണ്ടത് ഒരേ രീതിയിലാണ്, അല്ലേ? അതൊക്കെയാണ് ഇൻ്റർഓപ്പറബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേപോലെ പ്രവർത്തിക്കുക എന്നതാണ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെബ് സർവീസുകളുടെ ഒരു പ്രധാന ജോലികളിൽ ഒന്നാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുക. ഏത് രീതിയിൽ എന്തുകൊണ്ട് എഴുതിയതായിക്കോട്ടെ ഒന്നിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻ്റർഓപ്പറബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ, അതായത് ഒരു ഒറ്റ രീതിയിൽ ചെയ്യുക, ഒരു രീതി എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളൊരു പ്രാധാന്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ HTTPനെ കുറിച്ച് നോക്കിയല്ലോ. HTTP എന്നുള്ളത് എന്താണ്? നമ്മുടെ ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP. അപ്പോൾ ആ HTTP എന്നുള്ളത് ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ളൊരു രീതിയാണ്, അല്ലേ? ആ HTTP എന്നുള്ളൊരു രീതി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഓരോ ഡെവലപ്പർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് മാറുമ്പോഴോ അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ അത് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ യൂസർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിളിൽ ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ മൈക്രോസോഫ്റ്റിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുക. മനസ്സിലായില്ല? അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവില്ല. ആ ഒരു സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ട് ചില ഫോർമാറ്റുകൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലുള്ള ചില എക്സാമ്പിൾസാണിത്. HTTP, XML, JSON. ഈ രീതികൾ വെച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക ഡെവലപ്മെൻറ്റ് ടീമുകളും ഡാറ്റകൾ കൈമാറുന്നത്. അപ്പോൾ വേറൊരു പുതിയ ആപ്ലിക്കേഷൻ വന്നാൽ പോലും അത് വേറൊരു ടീമാണ് നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടെ അവർക്ക് ഇതേപോലുള്ള ഡാറ്റകൾ വെച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ചാറ്റ് GPTകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചാറ്റ് GPT നമുക്ക് നമ്മുടെ വെബ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ചാറ്റ് GPT അവരുടേതായ രീതിയിലാണ് ഔട്ട്പുട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിട്ട് കാര്യമില്ല. അവർ തരുന്ന ഔട്ട്പുട്ട് നമുക്കത് ഉപയോഗപ്രദമാവണം.
മനസ്സിലാവില്ല. അപ്പോൾ JSON എന്നുള്ള രീതിയിലാണ് ഒരു ഡാറ്റ തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു JSON എങ്ങനെയാണോ കിട്ടിയിട്ട് അത് പിന്നെ നമ്മുടെ വേണ്ട രീതിയിലേക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട രീതിയിലേക്ക് മാറ്റുക, അതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് രീതിയായിരിക്കും. അത് ഫോളോ ചെയ്യേണ്ട ആവശ്യകത അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വെബ് സർവീസസിൻ്റെ ഈ ഒരു പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കെയിലബിലിറ്റി, അതായത് നമുക്ക് വേണ്ട രീതിയിൽ ഈ ഒരു സർവീസസിൻ്റെ ലഭ്യത കൂട്ടാനോ കുറക്കാനോ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കെയിലബിലിറ്റി എന്നുള്ളൊരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 2 ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ എടുക്കാം. ഒന്ന് നമുക്ക് ആമസോണായിട്ട് എടുക്കാം, ഒന്ന് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് സൈറ്റായിട്ട് ആലോചിക്കാം. ഒരിക്കലും ആമസോൺ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിന് വേണ്ട അത്രയും സർവീസസ് നമ്മളുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന് വേണ്ടി വരില്ല, മനസ്സിലായില്ല. അപ്പോൾ നമ്മളുടെ ആവശ്യകത വെച്ചിട്ട് ഈ ഒരു സർവീസിൻ്റെ ലഭ്യത കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക. വെബ് സർവീസസിൻ്റെ സ്കെയിലബിലിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രാധാന്യം അതാണ്. നമുക്ക് വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ട രീതിയിൽ അത് വെബ് സർവീസസ് എങ്ങനെ ഉപയോഗിക്കണം നമുക്ക് തീരുമാനിക്കാം. ഏത് ലെവൽ വരെ പോകണം, ഏത് ലെവൽ വരെ താഴണം എന്നുള്ളൊരു ബോർഡർ നമുക്ക് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. റീയൂസബിലിറ്റി, അതായത് നമ്മളോ മറ്റൊരാളോ ചെയ്ത് വെച്ചിരിക്കുന്ന സർവീസസ് നമ്മളും പിന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം രണ്ടാമത്തെ ഒരാൾ കോഡ് ചെയ്യാതെ തന്നെ ആദ്യത്തെ ആൾ ചെയ്ത കോഡ് വെച്ചിട്ട് തന്നെ നമ്മൾ റീയൂസ് ചെയ്യുക, രണ്ടാമത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നു. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുക. ഒരു സർവീസ് ബിൽഡ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വെബ് സർവീസസ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾക്ക് അത്രയും ഡെവലപ്മെൻറ്റ് വേണ്ടി വരില്ല, പിന്നെ മനസ്സിലായില്ല. അപ്പോൾ അവർക്ക് അത് മറ്റ് പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ 2 പേരും ഒരേ കോഡ് തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആദ്യത്തെ ഒരാൾ ആ കോഡ് ബിൽഡ് ചെയ്തതിന് ശേഷം അയാളത് ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ സോഴ്സ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് തീർച്ചയായിട്ടും അത് തന്നെ റീയൂസ് ചെയ്താൽ മതി. വേറെ അതിനു വേണ്ടി മറ്റൊരു കോഡ് എഴുതേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല. അപ്പോൾ വെബ് സർവീസസിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണത് സെക്യൂരിറ്റി. അതായത് വെബ് സർവീസസിലൂടെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പല ഫീച്ചറുകൾ വെച്ചിട്ട് ആ ഒരു ഡാറ്റയുടെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതായത് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും, ഒതൻറ്റിക്കേഷൻ, ആക്സസ് കൺട്രോൾ, ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വെബ് സർവീസസ് വെച്ചിട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഡാറ്റയുടെ ലഭ്യത വേണ്ട ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതാണ് വെബ് സർവീസസിൻ്റെ മറ്റൊരു പ്രധാന ഘടകം. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസോ ബാങ്ക് ഡീറ്റെയിൽസോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു വെബ് സർവീസസിലെ ഏതെങ്കിലും ഒരു എൻക്രിപ്ഷനോ ആക്സസ് കൺട്രോളോ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റ സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു വെബ് സർവീസസ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ജോലി. ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വെബ് സർവീസസിൻ്റെ മറ്റൊരു പ്രധാന ഘടകം. ആമസോൺ വഴി നിങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഹോം അപ്ലയൻസ് പർച്ചേസ് ചെയ്യാണെന്ന് നോക്കുക. ഒരു ഉദാഹരണത്തിന് ഒരു TV വാങ്ങുകയാണെന്ന് നോക്കുക. അപ്പോൾ TV വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ആമസോണിൽ സർവീസസ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു കാര്യമാണത്. അതേപോലെ നമുക്ക് ഈ വെബ് ഡെവലപ്മെൻറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഗിറ്റിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിറ്റ്ഹബിലെ ഇന്ന ബ്രാഞ്ചിൽ ഒരു പുഷ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മളുടെ ഡൊമൈനിൽ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള ഓട്ടോമേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെബ് സർവീസസ് ഉപയോഗിക്കാറുണ്ട്. ഇൻ്റഗ്രേഷൻ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിയൽ ടൈം ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ, ലോൺ സിസ്റ്റം, ഇൻഷുറൻസ് സിസ്റ്റം എല്ലാം ഒരുമിച്ച് ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. അതായത്
നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ ചെന്നിട്ട് ലോണിൻ്റെ കാര്യം അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങുന്ന സമയത്തോ കാറ് വാങ്ങുന്ന സമയത്തോ അവർക്ക് നിങ്ങളുടെ പാൻ കാർഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ഡാറ്റ കിട്ടും അല്ലേ. നമ്മളുടെ സാമ്പത്തികമായിട്ട് ചെയ്തിരിക്കുന്ന മിക്ക ഇടപാടുകളുടെയും, അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ചെയ്തിരിക്കുന്ന എന്തൊക്കെ ലോണുകളുണ്ട് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പാൻ കാർഡ് കൊടുത്താൽ കിട്ടും. അത് ഈ ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കാര്യമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാൻ കാർഡിലാണ് എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പാൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ഡീറ്റെയിൽസ് കിട്ടും. മനസ്സിലല്ലേ? ഒന്നിച്ച് നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെബ് സർവീസസ് ഉപയോഗപ്പെടുത്താം. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെബ് സർവീസസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇന്ന പ്ലാറ്റ്ഫോമിലാവണം എന്നുള്ളൊരു നിർബന്ധം ഇല്ല. ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് ഈ വെബ് സർവീസ് എന്നുള്ള രീതികൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. വിൻഡോസ് ആണോ, ലിനക്സ് ആണോ, iOS ആണോ, ആൻഡ്രോയിഡ് ആണോ, ഒന്നും പ്രശ്നമല്ല. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്താൽ മതിയാവും. ടൈപ്സ് ഓഫ് വെബ് സർവീസസ്. വെബ് സർവീസസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൈപ്പുകൾ നോക്കാം. സോപ്പ്, റെസ്റ്റ്, UDDI. സോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. UDDI യൂണിവേഴ്സൽ ഡിസ്ക്രിപ്ഷൻ, ഡിസ്കവറി ആൻഡ് ഇൻ്റഗ്രേഷൻ. സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ XML അടിസ്ഥാനമാക്കി സ്ട്രക്ചേർഡ് ആയിട്ട് മെസ്സേജുകൾ അയക്കാൻ പറ്റും. ഉദാഹരണം, ഒരു വെതർ സർവീസ്. കൊച്ചിയിൽ ഇന്നത്തെ കാലാവസ്ഥ എന്ത് എന്ന് ചോദിച്ചാൽ സ്ട്രക്ചേർഡ് XML ഫോർമാറ്റിൽ മറുപടി കിട്ടും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു രീതിയിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് സോപ്പിൽ ഉപയോഗപ്പെടുത്തുന്നത്. റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. ഇതൊരു സിമ്പിൾ, ലൈറ്റ് വെയ്റ്റ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സർവീസാണ്, RESTful സർവീസസ് ആണ്. നമ്മൾ സോപ്പിൽ XML ഫോർമാറ്റ് വെച്ചിട്ടാണ് ഡാറ്റ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ HTTP എന്നൊരു മെത്തേഡ് വെച്ചിട്ടാണ് ഡാറ്റകൾ സ്ട്രക്ചർ ചെയ്യുന്നത്. നമ്മൾ HTTP എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ HTTPയിൽ പല രീതികൾ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനും കഴിയും. അതിലുള്ള കുറച്ച് രീതികളാണ്, പ്രധാനപ്പെട്ട രീതികളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു സെഷനിൽ ഒരു ഓവർവ്യൂ പോലെ പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ റെസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ടുള്ളതും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റ്ഫുൾ സർവീസസ് ആണ്. അത് HTTP മെത്തേഡ് വെച്ചിട്ടാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുക്കുക. അതിൽ ഷെയർ ചെയ്യാൻ നമുക്ക് പല ആപ്ലിക്കേഷനിലേക്കും ഷെയർ ചെയ്യാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഇമെയിലിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അത് HTTP എന്നുള്ളൊരു മെത്തേഡ് വെച്ചിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായതുകൊണ്ടിട്ടാണ്. പിന്നെ REST APIയുടെ ഒരു ആർക്കിടെക്ചറും ആ ഒരു രീതിയിലാണ്. അത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടിട്ടും സ്റ്റേറ്റ്ലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് സെർവറും ക്ലയൻറ്റും നമ്മൾ സാധ്യമാകുന്നത് REST API വെച്ച് നോക്കുമ്പോഴത്തേക്കും. അതുകൊണ്ടിട്ടൊക്കെയാണ് നമുക്ക് ആ ഒരു ഷെയറിങ് അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നത്. യൂണിവേഴ്സൽ ഡിസ്ക്രിപ്ഷൻ, ഡിസ്കവറി ആൻഡ് ഇൻ്റഗ്രേഷൻ. UDDI എന്നുള്ളത് ഒരു ഡയറക്ടറിയാണ്. അതായത് നമ്മൾ പണ്ടത്തെ കാലങ്ങളിൽ ഫോൺ ഡയറക്ടറി ഉണ്ടായിരുന്നു. ആ ഫോൺ ഡയറക്ടറിക്കകത്ത് എല്ലാ കോൺടാക്റ്റ് നമ്പറുകളും എല്ലാ ആൾക്കാരുടെ പേര് വെച്ചിട്ട് അവരുടെ കോൺടാക്റ്റ് നമ്പറുകൾ ഉണ്ടാവും. അതേപോലെ UDDI അതേപോലെയുള്ളൊരു APIക്ക് വേണ്ടിയിട്ടുള്ളൊരു സർവീസാണ് UDDI. ഇതിലായിരിക്കും എല്ലാ APIകളുടെയും ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണ്ട APIകൾ ലൊക്കേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഒരു സർവീസ് രജിസ്റ്റർ ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും ഡെവലപ്പേഴ്സ് അത് കണ്ടെത്താനും റീയൂസ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് UDDI. ഉദാഹരണത്തിന് ഒരു ട്രാവൽ ബുക്കിംഗ് സർവീസ് എടുക്കാം. അത് ഒരു API വഴി തന്നെ നമുക്ക് ഫ്ലൈറ്റും ഹോട്ടലും ക്യാബും എല്ലാം സെർച്ച് ചെയ്യാൻ സാധിക്കും അല്ലേ.
അപ്പോൾ ഇത് എല്ലാം വരുന്നത് പല APIകളിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ കൂടെ ഇതൊക്കെ സാധ്യമാകുന്നത് ഒരു ഒറ്റ ട്രാവൽ ബുക്കിംഗ് സർവീസ് വെച്ചിട്ടാണ്. മനസ്സിലായില്ല? അപ്പോൾ ഒരു UDDI വെച്ചിട്ട് ആ UDDIയിൽ നമ്മൾ പല ആപ്ലിക്കേഷൻസിൻ്റെ അല്ലെങ്കിൽ APIകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ആ APIയുടെ റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ ചെയ്യാൻ കഴിയും. ഹൗ ആർ വെബ് സർവീസസ് ഡിഫറെൻറ്റ് ഫ്രം APIs? ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ വെബ് സർവീസസും APIകളും ഒന്നാണോ എന്ന്. ഇല്ല, രണ്ടും റിലേറ്റഡ് ആണെങ്കിലും വ്യത്യാസമുണ്ട്. ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. വെബ് സർവീസ് എന്നാൽ ആപ്ലിക്കേഷൻസുകൾ തമ്മിൽ ഇൻ്റർനെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫുൾ സിസ്റ്റമാണ് വെബ് സർവീസസ്. API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസിൻ്റെ ചില ഫങ്ഷനാലിറ്റീസ് ഒരു തേർഡ് പാർട്ടി യൂസറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഉള്ളൊരു ഡോറാണ്. നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്ക് ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ട ഡാറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡോറാണ് API. സ്റ്റാൻഡേർഡ്സ്. വെബ് സർവീസസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ആൻഡ് മെസ്സേജ് ഫോർമാറ്റ്സ് വെച്ചിട്ടാണ്. അതായത് XML, JSON, SOAP, REST ഇങ്ങനെ ഉള്ള ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് വെബ് സർവീസസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. APIകളാവട്ടെ ഒരു വെറൈറ്റി ഓഫ് പ്രോട്ടോകോൾസ് ആൻഡ് ഫോർമാറ്റ്സ് വെച്ചിട്ടായിരിക്കും അവരുടെ ഇടപെടലുകൾ ഉണ്ടാവുക. APIകളിൽ പലതും ഉപയോഗിക്കാം. REST, GraphQL, gRPC, കസ്റ്റം പ്രോട്ടോകോൾ മുതലായവയും ഉപയോഗിക്കാവുന്നതാണ് APIകൾ വരുമ്പോൾ. ഇൻ്റർഓപ്പറബിലിറ്റിയുടെ ഫങ്ഷനാലിറ്റി വെച്ച് നോക്കുമ്പോൾ വെബ് സർവീസസിൽ വ്യത്യസ്ത സിസ്റ്റംസ് തമ്മിൽ മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക. APIകളാവട്ടെ സാധാരണമായി സ്പെസിഫിക് ആപ്സിനായിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഫങ്ഷനാലിറ്റിയുടെ രീതിയിൽ വെബ് സർവീസസ് ഡാറ്റ എക്സ്ചേഞ്ചും ഇൻ്റഗ്രേഷനും ആയിരിക്കും മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അതിനൊപ്പം APIകളാവട്ടെ സ്പെസിഫിക് ഫങ്ഷനാലിറ്റി എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും APIകൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ API എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ഫങ്ഷനാലിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനൊരു ബഞ്ച് ഓഫ് ഡാറ്റ ഷെയർ ചെയ്യേണ്ട ആവശ്യകത അവിടെ വരില്ല. ഏതെങ്കിലും ഒരു ഡാറ്റ, ഒരു സെറ്റ് ഓഫ് ഡാറ്റ ആയിരിക്കും അവർക്ക് വേണ്ടി വരിക. അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ API ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ വെബ് സർവീസസ് അങ്ങനെയല്ല, അതൊരു ബഞ്ച് ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ വെബ് സർവീസസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഡാറ്റ എടുക്കാൻ പറ്റും. പിന്നെ ഇംപ്ലിമെൻറ്റേഷനിൽ വെബ് സർവീസസിൽ SOAP, REST പോലുള്ള സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് വെച്ചിട്ടായിരിക്കും ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവുക. APIകളാവട്ടെ REST, GraphQL, gRPC മറ്റേതെങ്കിലും API സിസ്റ്റംസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വെബ് സർവീസസിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വെബ് സർവീസുകൾ എന്നാൽ രണ്ട് ഡിഫറെൻറ്റ് സിസ്റ്റങ്ങളോ ആപ്ലിക്കേഷനുകളോ തമ്മിൽ ഡാറ്റ ഷെയർ, ഒരു സെറ്റ് ഓഫ് ഡാറ്റനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വെബ് സർവീസുകളെ കുറിച്ച് സംസാരിക്കുന്നത്. APIകളാവട്ടെ ഏതെങ്കിലും ഒരു ഡാറ്റ സ്പെസിഫിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് വരുന്ന സമയത്താണ് APIസിൻ്റെ യൂസേജ് അവിടെ വരുന്നത്. ബേസിക്കലി API ആണെങ്കിലും വെബ് സർവീസുകളാണെങ്കിലും രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റകൾ കൈമാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വെബ് സർവീസ് വരുമ്പോഴത്തേക്കും അതൊരു ബഞ്ച് ഓഫ് ഡാറ്റ ആയിരിക്കും. API ആകുമ്പോഴത്തേക്കും അതൊരു സ്പെസിഫിക് സെറ്റ് ഓഫ് ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ആപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് രണ്ടും ഉപയോഗിക്കുന്നത്. സർവീസ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണെങ്കിലും സെക്യൂർ ആയിട്ടും ഓൾ ദ റിലേറ്റഡ് ഡീറ്റെയിൽസും ആ ഒരു സർവീസിലൂടെ നമുക്ക് കിട്ടും. APIകൾ ഒരു സ്പെസിഫിക് ഡാറ്റ ആയിരിക്കും കിട്ടുക. APIനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു ഇപ്പോൾ നേരത്തെ ഉള്ള ഇതേപോലുള്ള ചെറിയ ടോപ്പിക്കുകൾ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അതിൽ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസൊക്കെ. എന്തായാലും HTTPനെ വെച്ചിട്ടും ഈ REST അല്ലെങ്കിൽ SOAP API വെച്ചിട്ട് എന്തിനൊക്കെ കുറിച്ച് ഒരു വീഡിയോ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അഡീഷണൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ വെബ് സർവീസ് എന്നുള്ളൊരു ടോപ്പിക്കിൽ ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്തെങ്കിലും
ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതും ഞാൻ ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിൽ നന്ദി. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി.